ഹായ് ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഔട്ടർ മോസ്റ്റ് പാരാന്തസിസ് റിമൂവ് ചെയ്യാനാണ്. എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ അറേ. ഇതിൽ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഇതും റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യാം. അത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. കൂടുതൽ ഓവർ തിങ്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ സംഭവം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു ഐഡിയ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ സൊല്യൂഷൻ കാണാനായിട്ട്. ഓക്കെ, ആദ്യം നിങ്ങൾ തന്നെ ഒരു കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ ഞാൻ ഇപ്പോൾ എൻ്റെ കൺസെപ്റ്റാണ് ഇവിടെ ബിൽഡ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അറേ ഓഫ് സ്ട്രിങ്സ് ആണ്. ഈ പാരാന്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ട്രിങ്സ് ആണ് ശരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ പാരാന്തസിസ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ രണ്ട് പാരാന്തസിസ് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. അപ്പൊ എന്താണ്, അവസാനത്തെ രണ്ട് പാരാമീറ്റേഴ്സ് പോയില്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടത്. സോ ഇങ്ങനെ നമുക്ക് എങ്ങനെ എത്താന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യമൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാഗ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലാഗ് ട്രൂ ഓഫ്, അത് ബൂളികനാണ്. ട്രൂ ഓഫ് ഫാൾസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഔട്ട്പുട്ട്. ഇതാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് പുറത്തേക്ക് ലാസ്റ്റ് കാണിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഔട്ട്. സോ അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ട് അതിന് തന്നെ ആദ്യത്തിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ വാല്യൂ ഞാനിപ്പോൾ തുടങ്ങാണ്. ആദ്യത്തെ വാല്യൂ ഇതാണെങ്കിൽ അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഫ്ലാഗ് സെറ്റ് ആക്കി വെക്കേണ്ടത് ഫാൾസ് ആയിട്ടാണ് ഫസ്റ്റ് തന്നെ ഫ്ലാഗ് സെറ്റ് ആക്കി വെക്കുന്നത്. സോ നമ്മൾ എന്ത് ഫോർ ലൂപ്പിൽ ആദ്യത്തെ വാല്യൂ നോക്കും. ഓപ്പണിംഗ് പാരാന്തസിസ് ആണോ നോക്കും. ഓപ്പണിംഗ് പാരാന്തസിസ് ആണോ, അതുപോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ഈ ഫ്ലാഗില്ലേ, ഔട്ടർ മോസ്റ്റ് ഓപ്പൺ ഫ്ലാഗ് എന്ന് പറയുന്നത് ഫാൾസ് ആണോ നോക്കണം. ഓപ്പണിംഗ് പാരാന്തസിസ് ആണോ, ഫാൾസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പ മാറ്റി ട്രൂ ആക്കി വെക്കുക. ഇത്രയും മാത്രം ആദ്യം ചെയ്താൽ മതി. ആദ്യം അത് എന്താണെന്ന് നോക്കാം. നമ്മൾ രണ്ട് ഓപ്പണിംഗ് ആണോ, അത് ഈ ഫ്ലാഗ് ഫാൾസ് ആണോ നോക്കാം. ആണെങ്കിൽ ഫ്ലാഗ് മാത്രം ട്രൂ ആക്കി വെക്കുക ആദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞു. നമ്മൾ അടുത്തതിലേക്ക് ഐട്രേറ്റ് ചെയ്തതാണ്. ഐട്രേറ്റ് ചെയ്ത് സെയിം കാര്യം തന്നെയാണ് നോക്കുന്നത്. അതായത് ഇത് ഓപ്പണിംഗ് പാരാന്തസിസ് ആണ്. അതുപോലെ തന്നെ ഈ ഫ്ലാഗ് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കാം. ആദ്യം ഫാൾസ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് ട്രൂ ആക്കി മാറ്റി. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന പാരാന്തസിസ് നേരെ ഓപ്പോസിറ്റ് ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അവരുടെ ഇപ്പോഴത്തെ ഈ വാല്യൂ എന്താന്ന് വെച്ചാൽ അത് തന്നെ ഞാൻ നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കും. ഇത്രയാണ് ചെയ്യണത്. അതായത് ഓപ്പണിംഗ് പാരാന്തസിസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ആൻഡ് ചെയ്താൽ മതി. ഈ ഫ്ലാഗ് ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യാൻ, നേരെ റിവേഴ്സ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സെയിം വാല്യൂ ഔട്ട്പുട്ടിലേക്ക് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി ക്ലോസിംഗ് വന്നു. ക്ലോസിംഗ് വന്നപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോസിംഗ് പാരാന്തസിസ് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റാക്ക് ജസ്റ്റ് ഇത്രയും ചെയ്യാനുള്ളൂ. സ്റ്റാക്കിൽ നിന്ന് ഈ വാല്യൂ എടുക്കുക, പോപ്പ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ വെക്കുക. സ്റ്റാക്കിൽ നിന്ന് വാല്യൂ എടുത്ത് പോപ്പ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വെക്കാം. ഇത്ര മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നോക്കണം, സ്റ്റാക്ക് എംപ്റ്റി ആണോ നോക്കണ്ട. ഇത് വന്നപ്പോൾ ഇവിടെ എന്താ, ഇവിടെ സ്റ്റാക്കിൽ ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ഈ വാല്യൂ ഇവിടെ കിടക്കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ആദ്യം എന്ത്, ഈ ക്ലോസിംഗ് പാരാന്തസിസ് വരുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ക്ലോസിംഗ് പാരാന്തസിസ് ആണോ വന്നത്, അതുപോലെ തന്നെ സ്റ്റാക്ക് എംപ്റ്റി ആണോ നോക്കിയത്. സ്റ്റാക്ക് എംപ്റ്റി അല്ല. സോ ഞാൻ എന്ത് ചെയ്തു, സ്റ്റാക്കിൽ നിന്നുള്ള ഈ വാല്യൂ എടുത്ത് ഞാൻ പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊടുത്തു. പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊടുത്തു. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് വീണ്ടും നോക്കാണ്. ഓപ്പണിംഗ് വന്നു. ഓപ്പണിംഗ് വന്നാൽ എന്താ ചെയ്യേണ്ടത്, ഓപ്പണിംഗ് പാരാന്തസിസ് ആണെങ്കിൽ ഒരു കാര്യം, ഫ്ലാഗ് എന്താ ഫാൾസ് ആണോ ട്രൂ ആണോ നോക്കിയാൽ മതി. സോ ഇവിടെ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു, നേരെ തിരിച്ച് ഈ വാല്യൂവിന് നേരെ ഓപ്പോസിറ്റ് നേരെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഈ സെയിം വാല്യൂ തന്നെ ഇവിടേക്കും കൊടുക്കാം. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോയപ്പോൾ ക്ലോസിംഗ് വന്ന് എന്താ ചെക്ക് ചെയ്യേണ്ടത്, സ്റ്റാക്ക് എംപ്റ്റി ആണെന്ന് നോക്കാം. സ്റ്റാക്ക് എംപ്റ്റി അല്ല. സ്റ്റാക്ക് എംപ്റ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റാക്കിലത്തെ ഈ വാല്യൂ എടുത്തിട്ട് ഇവിടേക്ക് കൊടുക്കാം. അത്രയും ചെയ്താൽ സ്റ്റാക്കിലത്തെ വാല്യൂ നമുക്ക് പോപ്പ് ഔട്ട് ചെയ്താൽ മതി. സോ ഇനി ലാസ്റ്റത്തെ പാരാന്തസിസ്. ഇനി ഇപ്പൊ ലാസ്റ്റത്തെ പാരാന്തസിസ് അപ്പൊ എന്താ, ക്ലോസിംഗ് പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞു, സ്റ്റാക്ക് എംപ്റ്റി ആണോ എല്ലാം ചെക്ക് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാക്ക് എംപ്റ്റി ആണ്. സ്റ്റാക്ക് എംപ്റ്റി അല്ലെങ്കിൽ പോപ്പ് ഔട്ട് ചെയ്ത് വിളിക്കുക. സ്റ്റാക്ക് എംപ്റ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നേരെ ഇത് ട്രൂ മാറ്റി ഫാൾസ് ആക്കിയാൽ മതി. ഇത്രയും ചെയ്താൽ മതി. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ട് ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിയില്ല. നമ്മൾ പയ്യെ പയ്യെ നമുക്ക് ലീഡ് കോഡ് ചെയ്ത് നോക്കാം. സെയിം കാര്യം തന്നെ. സോ അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെ വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞേ. നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. ലെറ്റ് ആ പറഞ്ഞ പേരെന്തായിരുന്നു, അത് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. ആ പേര് ഞാൻ നിർത്താം. പേര് സെയിം പേര് തന്നെ ഇവിടെ എടുക്കുക. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെടുത്തു, ബൂളികനാണ്. ഫാൾസ് എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഫാൾസ്. ഓക്കെ, ഇനി എന്ത് കൊടുക്കണം, അടുത്ത നമുക്ക് ഒരു ഔട്ട്പുട്ട് ആണല്ലോ. ഔട്ട്പുട്ട് അത് സ്ട്രിങ് ആയിട്ട് പറയാം. സ്ട്രിങ് ആണെന്ന് പറയാം. പിന്നെ അത് സ്റ്റാക്ക്, സിമ്പിൾ സ്റ്റാക്ക്. ഒരു സ്റ്റാക്ക് ആണത്.
ഒരു എം ടി സ്റ്റാക്ക് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇതന്നെ ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ട് ഓരോന്നും തുടങ്ങാം. ആയിട്ട് പാരാന്തസിസ് എന്താണ്, നമുക്ക് ഒരു പേര് കൊടുക്കാം, പാരാന്തസിസ് തന്നെ കൊടുക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്താൽ ഫോർ എസ് ഫുൾ ട്രാവേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ പറഞ്ഞു ആദ്യത്തെ വാല്യൂ ഓപ്പണിംഗ് പാരാന്തസിസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാര എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഇങ്ങനെ ഓപ്പണിംഗ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യും, സെയിം മറ്റേത് നള്ളാണോ നോക്കാം, ഫാൾസ് ആണോ നോക്കും. ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ നമ്മൾ അത് ട്രൂ ആക്കി വയ്ക്കും, അത്രേ ഉള്ളൂ. ഫാൾസ് ആണെങ്കിൽ ട്രൂ ആക്കി വയ്ക്കും. ഓക്കെ, ഇങ്ങനെ എൽസിഫ് ചെയ്ത് നേരെ തിരിച്ച്, അതായത് പര സെയിം തന്നെ ട്രൂ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, ആൻഡ് ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രൂ ആണ് ഞാൻ പറഞ്ഞു നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അതുപോലെ ഔട്ട്പുട്ടിലേക്ക് എന്ത് ചെയ്യുക, ഈ സെയിം വാല്യൂ തന്നെ പുഷ് ചെയ്യുക. അപ്പൊ സ്റ്റാക്കിലേക്ക് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, ഇപ്പൊ ഇതല്ല പറഞ്ഞത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഇത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഓക്കെ, ദെൻ ഒപിയിലേക്ക് ഔട്ട്പുട്ടിലേക്ക് ഞാൻ എന്റെ സെയിം വാല്യൂ, ഇപ്പോഴത്തെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കാം സ്ട്രിങ്ങിലേക്ക്. ദെൻ ഇനി നേരെ തിരിച്ച് ക്ലോസിംഗ് ആയിട്ടുള്ള ഓപ്പണിങ്ങിന്റെ രണ്ട് കേസ് നോക്കി, ഇനി ക്ലോസിംഗിന്റെ രണ്ട് കേസ് നോക്കാം. ക്ലോസിംഗിന്റെ രണ്ട് കേസാണിത്. ക്ലോസിംഗ് ഇതാണ്, സോറി സ്ട്രിങ് ക്ലോസിംഗ് ആണ് നോക്കുന്നത്. അപ്പൊ ക്ലോസിംഗ് നോക്കി കഴിയുമ്പോൾ ക്ലോസിംഗിൽ അപ്പൊ ഞാൻ എന്ത് പറയാ, സ്റ്റാക്ക് എം ടി ആണോ ഇല്ലയോ എന്നാണ് നോക്കാൻ പറഞ്ഞു. അപ്പൊ സ്റ്റാക്ക് ഡോട്ട് ലെങ്ത്, അതായത് സ്റ്റാക്ക് ട്രൂ ആണ്. സ്റ്റാക്ക് ട്രൂ ആണെങ്കിൽ സ്റ്റാക്ക് നമുക്ക് പോപ്പ് ഔട്ട് ചെയ്യാം. സ്റ്റാക്കിന് ഡോട്ട് പോപ്പ് ചെയ്താൽ മതി. സ്റ്റാക്ക് ട്രൂ ആണെങ്കിൽ സ്റ്റാക്ക് പോപ്പ് ചെയ്യാം. എന്നിട്ട് എവിടേക്ക് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ ഒപ്പിയിലേക്ക് കൊടുക്കാൻ പറഞ്ഞു. ഒപ്പിയിലേക്ക് ആഡ് ചെയ്തിട്ടാൽ മതി, ഒപ്പിയിലേക്ക് കൊടുത്താൽ മതി. ഇനി നേരെ അടുത്ത കേസ്, സ്റ്റാക്ക് എം ടി ആയ കേസ്. സ്റ്റാക്ക് എം ടി ആണ്, നേരെ അത് ഫ്ലാഗ് മാറ്റിയാൽ മതി. വേറെ സെയിം വാല്യൂ ആണെങ്കിൽ ആൻഡ് സ്റ്റാക്ക് ഡോട്ട് ലെങ്ത് ഇല്ല, എം ടി ആണ്. എം ടി ആണെങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, മറ്റേ വരില്ലേ ഓപ്പൺ, അത് പാസ്സാക്കിയത്. ഇപ്പൊ നമ്മൾ ഒപിയിൽ ഞാൻ പറഞ്ഞ ഒപിയിൽ വാല്യൂ ഫുൾ സെറ്റ് ആയിട്ടുണ്ടാവും, ഒപിയിൽ വാല്യൂ ഫുൾ വന്നിട്ടുണ്ടാവും. ഇനി അപ്പൊ റിട്ടേൺ ചോദിക്കാതെ റിട്ടേൺ ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സബ്മിറ്റ് ചെയ്യും. So that's all.